ഹയാസിന് എന്നും ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ട് ഇപ്പൊ അതൊരു ശീലമായി മാറിയേക്കാണ് കേട്ടോ. ഇന്ന് ആ ശീലത്തിനൊന്ന് ബ്രേക്ക് ചെയ്യാൻ ഓർത്തു. ലഞ്ചിന് ചോറാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പൊട്ടറ്റോ ഫ്രൈക്ക് എടുത്ത ഈ ഒരു വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി കണ്ട് ആരും ഭയപ്പെടണ്ട. പൊട്ടറ്റോ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കോവക്കയും കൂടി വാട്ടിയെടുക്കുന്നത്. എനിക്ക് കോവക്കയെ കൊലത്തുന്ന സമയത്ത് നല്ല രീതിയിൽ അതിനൊരു ഗ്രേവി വേണം കേട്ടോ. ഈ കോവക്കയിൽ അതൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലിട്ട കടുകൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചതും ചതച്ച മുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കോവക്കയും കൂടിയും തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് മൂടി വെച്ച് കുറച്ചധികം നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിക്കാതെ ഇളക്കിയൊക്കെ കൊടുത്ത് വേണം ഇതൊന്ന് സെറ്റ് ആക്കി എടുക്കാം. പിന്നെ ബാക്കി വന്ന കുറച്ച് ഓയിലും കൂടി ആ ഫ്രൈയിങ് പാനിൽ ഉണ്ടായിരുന്നു. അതിലാണ് ഓംലെറ്റ് ഉണ്ടാക്കിയത്. സ്നാക്സ് ആയിട്ട് ഇതേ വാട്ടർമെലൻ കട്ട് ചെയ്തതാണ് കേട്ടോ. ചോറ് ഞാൻ വളരെ കുറച്ചേ വെക്കുന്നുള്ളൂ. കാരണം അവനിക്ക് അതൊരു വെറുപ്പാവരുതല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചോറ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവൻ പറയുന്ന അത്രയും ലിമിറ്റഡ് ക്വാണ്ടിറ്റി വെച്ചിട്ടേ കാര്യമുള്ളൂ. കറികൾ ഞാൻ അതുപോലെ തന്നെയാണ് വെച്ചേക്കുന്നത്. പൊതുവെ എനിക്ക് എളുപ്പപ്പണിക്കും ഹയാസിന് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളതും കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ലഞ്ചിനും കൊടുത്തു വിടുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോറ് തന്നെയാണ് കേട്ടോ വാരി കൊടുത്തത്. ഇക്കാകത്തെ 2 പിള്ളേരെയും കൊണ്ട് പോകുന്നുണ്ട് ബസ്സിൽ കയറ്റാൻ.